ഇതില്ലേ ബേക്ക് ചെയ്ത സ്വീറ്റ് പൊട്ടറ്റോ വിൽക്കുന്ന സ്ഥലമാണ്. ഈ കവറിൽ കാണുന്നതെല്ലാം ബേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോയാണ്. ഇവിടെ പർപ്പിൾ കളറുള്ള സ്വീറ്റ് പൊട്ടറ്റോ മാത്രമാണ് സാധാരണ ഇങ്ങനെ ബേക്ക് ചെയ്ത് വെക്കുന്നത്. ജാപ്പനീസിലല്ലേ സ്വീറ്റ് പൊട്ടറ്റോനെ പറയണത് സറ്റ്സുമൈമോ എന്നാണ്. ഗ്രില്ല് ചെയ്തതിനെ യാക്കിമോ എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും ഒരു സ്ട്രീറ്റ് ഫുഡാണ്. അത് കൂടാതെ ഉണ്ടല്ലോ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോയും ഉണ്ട്. ബേക്ക് ചെയ്ത് ഇവിടെ കൂൾ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും വീട്ടിൽ ബേക്ക് ചെയ്ത ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. ജപ്പാൻ വിസിറ്റ് ചെയ്യുന്നവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണിത്. ഇതിങ്ങനെ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ക്രീമി ടെക്സ്ചറാണ്. അവിടെ കാണുന്ന ആ കല്ലുകളുണ്ടല്ലോ വെള്ള കളറിലുള്ള ആ കല്ലുകളിലിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. നല്ല ചൂടുള്ള കല്ലിലിട്ട് മണിക്കൂറുകളോളം ബേക്ക് ചെയ്തെടുക്കുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാനിത് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ അകം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല യെല്ലോ കളറായിട്ട് വരും. അപ്പം നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. കണ്ടോ ഇതിൻ്റെ അകം എത്ര സോഫ്റ്റാണെന്ന് നോക്കിയേ. നമ്മൾ സാധാരണ ബേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മോയ്സ്ചർ കണ്ടൻ്റ് എല്ലാം പോയി ഭയങ്കര ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത്. എന്നാൽ ഇത് നോക്കിയേ നല്ല മോയിസ്റ്റ് ആയിട്ടിരിക്കുന്നു. ഇത് ബേക്ക് ചെയ്തെടുത്താന്ന് കണ്ടാൽ പറയില്ല. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ജപ്പാനിൽ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കല്ലിൽ ബേക്ക് ചെയ്ത സ്വീറ്റ് പൊട്ടറ്റോ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.